കുട്ടികളില്ലാണ്ട് വരുന്നവരിൽ നമ്മൾ വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്നതിൽ പുരുഷന്മാരോട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് സെമൻ അനാലിസിസ് ആണ്. സിമൻ അനാലിസിൽ എല്ലാവർക്കും അറിയാം, അതിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി, മെയിൻലി ഈ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കേണ്ട കൗണ്ട് എങ്ങനെയുണ്ട്, എല്ലാവരും കൂടുതൽ പറയുമ്പോൾ ഈ കൗണ്ടിനെ കുറിച്ചാണ് കൂടുതൽ സംശയങ്ങളുണ്ടാവുക. അപ്പോൾ കൗണ്ടിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ മോട്ടിലിറ്റി. എത്രത്തോളം ചലനശക്തികൾ എത്രയുണ്ട്, സ്പീഡ് പോകുന്നത്, സ്ലോ പോകുന്നതായിട്ടുള്ള മോട്ടിലിറ്റി എത്രയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് മോർഫോളജി, ബീജത്തിൻ്റെ ഘടന എങ്ങനെയുണ്ട്, അതിൻ്റെ ഹെഡ്, മിഡ് പീസ്, ടൈലൊക്കെ എത്രത്തോളം നല്ലതാണെന്നുള്ളതാണ്. നോർമൽ നമ്മൾ പറയാം ഒരു 16 മില്യൺ പെർ ml എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 കോടി ബീജം ഒരു മില്ലിൽ ഉണ്ടാവും എന്നർത്ഥം. അതിലൊരു 50%, 30 to 50% മുട്ടയിലായിട്ടുള്ളത് വേണം. പിന്നെ ഒരു 4% കൂടുതൽ അല്ലെങ്കിൽ 15%ഓളം മോർഫോളജി, ഈ ഘടന നല്ലതാണെങ്കിൽ പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇതൊരു ആവറേജ് കണക്കാണ് കേട്ടോ. ഇതിലും താഴെയുള്ളവരൊക്കെ പ്രഗ്നൻ്റ് ആവാറുണ്ട്. പക്ഷേ സാധാരണ എല്ലാവരും കൗണ്ട് എന്ന് മാത്രമേ ചോദിക്കാറ്. ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ മോട്ടിലിറ്റിയും മോർഫോളജിയും.